ഹലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാനാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. നമ്മുടെ IIT ബോംബെ അവരുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ IIT മദ്രാസും അതുപോലെ തന്നെ IIT ഡൽഹിയും എന്ത് ചെയ്തിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ക്യാമ്പസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഈ ന്യൂസ് പ്രകാരം ഒരു ചെറിയൊരു പ്രോഗ്രാമോട് കൂടി അടുത്ത വർഷം എന്ത് ചെയ്യാൻ പോവാണ്, IIT ബോംബെയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ക്യാമ്പസ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് ഇയർ. IIT ഡൽഹിയും IIT മദ്രാസും ഓൾറെഡി അബുദാബിയിലും അതുപോലെ തന്നെ സാൻസിബാർ എന്ന് പറയുന്ന രാജ്യത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്യാമ്പസുകൾ സെറ്റ് ചെയ്തത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത് നമ്മുടെ ജപ്പാനിലുള്ള ടൊഹോക്കു യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് ബാക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുമായിട്ട് ടീം അപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പ്രോഗ്രാം റോൾ ഔട്ട് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിംഗ് വിത്ത് എ ജോയിന്റ് PhD. ഒരു PhD പ്രോഗ്രാമോട് കൂടി ആയിരിക്കും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുക, ബിടെക് ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന വർഷങ്ങളിൽ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ന്യൂസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അടുത്ത വർഷങ്ങളിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ബിടെക് എംടെക് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ് IIT ബോംബെക്കും അതുപോലെ തന്നെ ജപ്പാനിലുള്ള യൂണിവേഴ്സിറ്റിക്കും ഉള്ളത്. അപ്പോൾ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ഓൾറെഡി അബുദാബിയിലൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് IIT അബുദാബിയിൽ. അപ്പോൾ അതുപോലെ ജപ്പാനിലൊക്കെ കണക്ഷൻസ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഒരു 3 or 4 years കഴിഞ്ഞിട്ട് ബിടെക് പ്രോഗ്രാമുകളൊക്കെ ജപ്പാനിൽ പോയി പഠിക്കുന്നതിനെ കുറിച്ച് വരെ നമുക്ക് സ്വപ്നം കാണാവുന്നതാണ്. While IIT Bombay and Tohoku will offer degrees with research as a strong component, there is currently no plan to offer undergraduate programs. ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം എന്തില്ല, UG പ്രോഗ്രാമുകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഭാവിയിലേക്കാണ് വെച്ചിട്ടുള്ളത്. ആസ് ഓഫ് നൗ PhDക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, റിസർച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന പ്ലാനുകൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള സയൻസ് UG PG കഴിഞ്ഞിട്ട് PhD ചെയ്യാൻ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലൊക്കെ പോയി PhD ചെയ്യുന്ന ആളുകളുണ്ട്. ഐസറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജപ്പാനിൽ പോയി PhD ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് മേ ബി യൂസ്ഫുൾ ആവും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഈ ഒരു ന്യൂസ് ഇനി ഫ്യൂച്ചറിൽ റിസർച്ചിനൊക്കെ പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു ഇന്റർനാഷണൽ ക്യാമ്പസ് വരുന്നതിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.